എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ലാസ്റ്റ് ഡേ ഞാൻ എൻ്റെ സാലറി ക്രെഡിറ്റ് ആയതിനെ പറ്റിയിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഞാൻ എന്താണ് പഠിച്ചത്, ഞാൻ എങ്ങനെയാണ് ജപ്പാനിലെത്തിയത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ജപ്പാനിലോട്ട് വരാൻ പറ്റുക, നല്ല കൺട്രി ആണോ, ഒരുപാട് സ്കോപ്പ് ഉണ്ടോ, എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ ചോദിച്ച് ഒരുപാട് പേര് എനിക്ക് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഒരുപാട് മെസ്സേജും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം വന്നിട്ട് 1 മന്ത് കഴിഞ്ഞ് ഒരു 1.5 മാസമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ വർക്ക് ലൈഫും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാടുപെടുന്നുണ്ട്. ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും എനിക്ക് വലിയ ലോങ് വോയിസ് ആയിട്ടൊന്നും അയച്ചു കൊടുക്കാനൊന്നും പറ്റുന്നില്ല. ഒരുപാട് പേര് ജെന്യുവൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ്, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ മാക്സിമം ചെറുതാക്കാൻ നോക്കാം. പക്ഷേ എവിടെ വരെ എന്നറിയില്ല, ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ. അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ജപ്പാനിൽ വരാൻ പറ്റുക, എന്തൊക്കെയാണ് ജപ്പാനിലെ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ നല്ല കൺട്രി ആണോ വർക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ഇവിടുത്തെ സ്കോപ്പുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ഞാൻ എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ജപ്പാനിൽ എങ്ങനെയാണ് എത്തിയതെന്ന്, അല്ലെങ്കിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളത്, ഞാൻ എന്ത് പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ ആദ്യം തന്നെ പറയാം. ഞാനിപ്പം ജപ്പാനിൽ വന്നിട്ട് 1.5 മാസമായി. ഇവിടെ ഞാൻ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാണ്. ജപ്പാനിലെ യൊനാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് തോവ സോഫ്റ്റ്വെയർ എന്ന കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്യുസാറ്റിൽ, അതായത് എറണാകുളത്തെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പം 1 ഇയർ പോലും ആയിട്ടില്ല. ഞാൻ 2024 പാസ് ഔട്ടാണ്. ഞാൻ ഇപ്പോഴേ കമ്പനിയിൽ ഇവിടെ ജോയിൻ ചെയ്യാനുള്ളൊരു സാഹചര്യം എനിക്ക് കിട്ടി. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ജപ്പാനിൽ എത്തിപ്പെട്ടത് എന്നുള്ളതാണ്. ഓക്കെ, ആക്ച്വലി ഇതൊരു ലോങ് സ്റ്റോറിയാണ്. ഞാൻ വളരെ ചുരുക്കത്തിൽ എന്താണെന്നുള്ളത് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എഞ്ചിനീയറിങ്ങിന് ക്യുസാറ്റിൽ 3rd ഇയർ പഠിക്കുന്ന സമയം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോളേജിൽ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. അതായത് ഇങ്ങനെ സാധാരണ നോട്ടിഫിക്കേഷനൊക്കെ ഓരോ പ്രോഗ്രാംസിൻ്റെ കോളേജിൽ വരും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത ആ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ പേരെന്ന് വെച്ച് മാത്സ്വേ ഇന്റേൺഷിപ്പ് എന്നാണ്. അപ്പോൾ ഈ മാത്സ്വേ ഇന്റേൺഷിപ്പിന് ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ കോളേജിൽ നിന്ന് ഈ മാത്സ്വേ ഇന്റേൺഷിപ്പിന് എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ കോളേജിൽ നിന്ന് കുറച്ച് പേർക്ക് ഈ ഒരു ഇന്റേൺഷിപ്പിന് സെലക്ഷൻ കിട്ടി. ശേഷം ഈ ഇന്റേൺഷിപ്പിന് കോളേജിൽ നിന്ന് സെലക്ഷൻ കിട്ടിയ കുട്ടികൾ എല്ലാവരും കൂടെ ASA കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവിടെ പോയിട്ട് ഇന്റർവ്യൂ എടുത്തു. അപ്പോൾ അതിൽ നിന്നും കുറച്ച് പേരൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് കുറച്ച് പേരെ സെലക്ട് ചെയ്തു. അങ്ങനെ ആ സെലക്ഷൻ കിട്ടിയവരിലും ഞാനൊരാളായിരുന്നു. ഓക്കെ, അങ്ങനെ ഈ സെലക്ഷൻ കിട്ടിയവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ജാപ്പനീസ് ലാംഗ്വേജ് ക്ലാസ് നമുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10 മാസത്തെ ജാപ്പനീസ് ക്ലാസ്സസ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ജാപ്പനീസ് സെൻസെ, അതായത് ജാപ്പനീസ് ടീച്ചർ തന്നെയാണ് നമുക്ക് ആ ലാംഗ്വേജ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഡെയിലി 2 hours വെച്ചിട്ട് നമുക്ക് ആ ജാപ്പനീസ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് ജപ്പാൻ ഗവൺമെൻറ് കംപ്ലീറ്റ്ലി ഫണ്ട് ചെയ്ത് നമ്മളെ ഈ ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട്, അതായത് ഈ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ആവുന്ന ഈ കുട്ടികളെ കംപ്ലീറ്റ്ലി സ്പോൺസർ ചെയ്തിട്ട് ജപ്പാനിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ പോകുന്നതിൻ്റെയും അതുപോലെ തന്നെ വരുന്നതിൻ്റെയും അവിടെയുള്ള ചെലവുകളും അങ്ങനെ കംപ്ലീറ്റ്ലി സ്പോൺസർ ചെയ്യുന്നത് ജപ്പാൻ ഗവൺമെൻറ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിക്കുക, എങ്ങനെയെങ്കിലും ഇത് നേടിയെടുക്കണം, അതുപോലെ തന്നെ ജപ്പാൻ പോയി കാണണം. അപ്പോൾ മാത്രമല്ല നമുക്കൊരു രൂപയുടെ പോലും ചിലവില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ആ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് എല്ലാവർക്കും പങ്കെടുക്കാൻ ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു. അപ്പോൾ ഈ ജാപ്പനീസ് ക്ലാസ്സസിൽ സെലക്ട് ചെയ്ത ആളുകൾ 10-12 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലപോലെ മത്സരിച്ച് പഠിക്കുകയാണ്, കാരണം ഇതൊരു ഫുള്ളി ഫണ്ടഡ് ഇന്റേൺഷിപ്പാണ്. അപ്പോൾ ഈ ഒരു ജാപ്പനീസ് ക്ലാസ്സസിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ഇന്റേൺഷിപ്പിന് ഫൈനൽ സെലക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഒരു 10 പേരെ സെലക്ട് ചെയ്ത പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ മെയിൻലി അതായത് ഡിഫറെൻറ്റ് കോളേജുകളിൽ നിന്നുള്ള കുട്ടികളൊക്കെ വന്നിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ മെയിൻലി അവർ ചോദിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ പ്രോജക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ നമ്മൾ ചെയ്യുന്ന മിനി പ്രോജക്ട്സ്, മേജർ പ്രോജക്ട്സ്, ഈ പ്രൊജക്റ്റുകളൊക്കെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ കോഡിംഗ് നോളേജ് അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇതിനേക്കാളിലൊക്കെ ഉപരിയായിട്ട് അതൊക്കെ നമുക്ക് ജപ്പാനെ കുറിച്ച് എന്തൊക്കെ അറിയാം, അല്ലെങ്കിൽ നമ്മൾ ജപ്പാനിൽ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്തൊക്കെ നല്ല രീതിയിൽ നമ്മളുടേതായിട്ടുള്ള ഒരു എന്താ പറയുക കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു മെയിൻലി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ആൻസർ ചെയ്തിട്ടാണ് ഈ ഫൈനലി ഈ ലാംഗ്വേജ് ക്ലാസ്സസിനുള്ള 10 പേരെ സെലക്ട് ചെയ്തത്. അപ്പോഴും നമുക്കറിയാം ഈ 10 പേര് ഒരിക്കലും ജപ്പാനിലോട്ട് പോകാൻ പോകുന്നില്ല. കാരണം അവിടെയും ഒരു എലിമിനേഷൻ വരുന്നുണ്ടായിരുന്നു. അതായത് ഈ 10 മാസത്തെ ജാപ്പനീസ് ലാംഗ്വേജിൻ്റെ ക്ലാസ്സിൻ്റെ ആ ഒരു പെർഫോമൻസ് അനുസരിച്ച് പിന്നെയും കുറേ പേര് എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ ഫൈനലി 5 പേരാണ് സെലക്ട് ആയത്. അങ്ങനെ ഈ 5 പേരെല്ലാവരും കൂടെ ചേർന്ന് ജപ്പാനിലോട്ട് എത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഈ 5 പേരെ സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. കാരണം നമുക്ക് ഇനീഷ്യലി അതായത് കോളേജിൽ നിന്ന് സെലക്ഷൻ കിട്ടിയതിൻ്റെ ശേഷം ഈ ASA കേരളയിൽ പോയിട്ടുള്ള ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ മുന്നേ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ സിംപ്ലി കള്ളങ്ങൾ പറഞ്ഞ് നമുക്ക് ഒരിക്കലും അത് ഫില്ല് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് സെലക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ആ ആപ്ലിക്കേഷൻ ഫോമാണ് ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്കൊരു സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. ലൈക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്നെ ജയിപ്പിക്കും എന്നുള്ളത്. കാരണം ഞാൻ എൻ്റെ കോളേജിൽ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് തന്നെ എനിക്ക് കോഡിങ് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. അതായത് ഞാനൊരു ബയോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ കോഡിങ് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ കൂടെ ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ മാക്സിമം പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് തന്നെ എൻ്റെ റെസ്യൂമേ ഇടയ്ക്ക് അതായത് ഒരു മന്തിൽ തന്നെ ഞാനൊരു 2-3 തവണയൊക്കെ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. അതായത് പുതിയ സ്കില്ലുകൾ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കോമ്പറ്റീഷന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈവെൻറ്റിന് പങ്കെടുക്കുന്ന സമയത്ത്, അപ്പോഴൊക്കെ എൻ്റെ റെസ്യൂമേ ഞാൻ നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. ആ ഒരു ശീലമാണ് ആക്ച്വലി ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എനിക്ക് ഹെൽപ്ഫുൾ ആയത്. കാരണം എൻ്റെ കുറേ അച്ചീവ്മെൻറ്റ്സും ഞാൻ പങ്കെടുത്തിട്ടുള്ള കുറേ ടെക്നിക്കൽ ഈവൻറ്റ്സും അതുപോലെ തന്നെ എൻ്റെ സ്കിൽസും അങ്ങനെയുള്ള കുറേ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ എനിക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ബാക്കിയുള്ള ആപ്ലിക്കേഷനുകളിൽ നിന്ന് എൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ സെലക്ട് ആയിട്ടുള്ളവരുടെ ആപ്ലിക്കേഷൻ മുന്നോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ 5 പേര് ജപ്പാനിലോട്ട് എത്തുന്നത്. പിന്നീട് ജപ്പാനിൽ അങ്ങനെ ഇന്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ജാനുവരി അതായത് 2023 നമ്മളിവിടെ വരുന്നത്. 2023 2024 ജാനുവരിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫൈനൽ ഇയറിൽ എത്തിയിട്ടുണ്ടായിരുന്നു കോളേജിൽ. ഓക്കെ, അങ്ങനെ 2 വീക്സ് ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു ഇത്. അങ്ങനെ ഇവിടെ വന്നു, നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തു. ശേഷം ഇവിടുത്തെ പെർഫോമൻസ് അനുസരിച്ച് നമ്മൾ 3 പേർക്ക് ഇവിടുത്തെ ഫുൾ ടൈം ഓഫർ കിട്ടി. അങ്ങനെ നമ്മൾ 3 പേര് ഇപ്പോൾ ഇവിടെ ഫുൾ ടൈം ഓഫറിൽ ഇവിടുത്തെ എൻജിനീയേഴ്സായിട്ട് ഈ സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ജപ്പാനിലോട്ട് വന്നത്. ഇതാണ് എൻ്റെ ജപ്പാനുമായിട്ടുള്ള ബന്ധം എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ എൻ്റെ സ്റ്റോറി കേട്ടു, ഞാൻ എങ്ങനെയാണ് ജപ്പാനിൽ വന്നേ എന്നതിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 1.5 മാസമായിട്ടേ ഉള്ളൂ. പക്ഷേ എൻ്റെ ബന്ധം സ്റ്റാർട്ട് ചെയ്തത് ഒരു 1 ഇയർ മുന്നേ തന്നെ എൻ്റെ ജപ്പാനുമായിട്ടുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ചെറിയൊരു വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്ന് ഇപ്പം ഒരു ജോബിന് കയറിയ ഒരു സമയമാണ്. ഓക്കെ, പക്ഷേ എൻ്റെ ഫൈൻഡിങ്സും അതുപോലെ തന്നെ എൻ്റെ കണ്ടെത്തലുകളുമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് പേര് ചെയ്ത വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ലൈക്ക് എന്തൊക്കെയാണ് ജപ്പാനിൽ ജോബ് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്കോപ്പ്, എന്തൊക്കെയാണ് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ. ചിലപ്പോൾ അവരത്ര കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഞാനിപ്പം പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ ഈ ഒരു ചെറിയൊരു സമയത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും ചിലപ്പോൾ ഹെൽപ്ഫുൾ ആവും, എന്തായാലും ഹെൽപ്ഫുൾ ആവും, എനിക്കത് ഉറപ്പാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ വൈകിക്കുന്നില്ല, നമുക്ക് ആ ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ. ജപ്പാനിൽ നമുക്ക് ജോബ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കൺട്രിയാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു നല്ല കൺട്രി തന്നെയാണ് ജപ്പാൻ. ഓക്കെ, എസ്പെഷ്യലി ഞാനൊരു ഗേളാണ്. എനിക്കിപ്പോൾ ലാസ്റ്റ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു അതായത് ഒരു മദർ ഇങ്ങനെ മെസ്സേജ് അയച്ചു,
അതായത് അവരുടെ മോൾക്ക് ജപ്പാനിൽ വരാനാണ് ആഗ്രഹം. അപ്പോൾ മോള് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സേഫാണ്, അതുകൊണ്ട് ആ ഉമ്മാക്കും ഒരു സമാധാനം ഉണ്ട് എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്ക് അതന്നെയാണ് പറയാനുള്ളത്, ഭയങ്കര സേഫ്റ്റി. ഞാനൊരു ഗേൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈവൻ ഒരു 12 മണിക്ക് അല്ലെങ്കിൽ ഒരു 1 മണിക്കോ 2 മണിക്കൊക്കെ രാത്രി പുറത്ത് പോയിട്ട് എന്ത് വേണമെങ്കിലും വാങ്ങി വരാം. അത്രയും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ജപ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇനിയിപ്പോൾ പെൺകുട്ടികളാണ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഏതെങ്കിലും അമ്മമാരൊക്കെ കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു വിടാൻ പറ്റിയ സ്ഥലമാണ് ജപ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം എനിക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സാലറി തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ സേവിങ്സ് ഉണ്ടാക്കാനൊക്കെ നല്ല സാലറി കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ജപ്പാൻ. അത് വേറൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കറപ്ഷനൊന്നും ഇല്ല. ഓക്കെ, പിന്നെ എന്തുകൊണ്ടും ഒരു സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാപ്പിയർ ആയിട്ടുള്ള കുറേ ആളുകളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ജപ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മളിങ്ങനെ പല റീലുകളിലും പലതിലും കാണാറുണ്ട് ജപ്പാൻ്റെ വർക്ക് കൾച്ചർ ഭയങ്കര ഹെക്റ്റിക് ആണ് എന്നതിനെ പറ്റിയിട്ടൊക്കെ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം ലാസ്റ്റ് ഇൻറ്റേൺഷിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ പറയാണ്, എനിക്കിവിടെ ഇതുവരെ അങ്ങനെ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചർ ഇതുവരെ ഫീൽ ആയിട്ടില്ല. നമുക്കിവിടെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ നമ്മളെ ഒരു മക്കളെ പോലെയാണ് ഇവിടെ മാനേജറും അസിസ്റ്റന്റ് മാനേജറും ഒക്കെ കാണുന്നത് എൻ്റെ കമ്പനിയിൽ. പിന്നെ പോരാത്തതിനാണെങ്കിൽ ഇങ്ങനെ ഒരു ഹയർ ലെവൽ എംപ്ലോയി അല്ലെങ്കിൽ ലോവർ ലെവൽ എംപ്ലോയി അങ്ങനത്തെ ഡിഫറൻസസ് ഒന്നും ഇവിടെ എനിക്ക് ഇതുവരെ ഫീൽ ആയിട്ടില്ല. എന്തായാലും ഒരു 1.5 മന്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, അങ്ങനത്തെ ഒരു ഇതും എനിക്ക് ഫീൽ ആയിട്ടില്ല. ഇനി ചിലപ്പം എനിക്കറിയില്ല ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ജപ്പാനിലോട്ട് എങ്ങനെ നമുക്ക് ജോലി അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നാട്ടിലെ സാധാ രീതിയിൽ നമ്മൾ കമ്പനിയിലൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാറ്? ഓരോ സൈറ്റിൽ കയറിയിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാറ്, അതിൽ അപ്ലൈ ചെയ്യും. അതേപോലെ തന്നെയാണ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് കുറച്ച് മെസ്സേജ് വരുന്നുണ്ട്. അതായത് ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ജോലി നോക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, ഞാനൊരു എഞ്ചിനീയർ ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളതാണ്, അത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അതായത് ഇങ്ങോട്ട് ജപ്പാനിലോട്ട് വന്ന് ജോബ് സെർച്ച് ചെയ്യേണ്ട യാതൊരുവിധ കാര്യമില്ല. അതായത് നമ്മൾ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഓരോ വെബ്സൈറ്റുകളുണ്ട്. അതായത് ജോബ് സെർച്ചിന് വേണ്ട കുറച്ച് വെബ്സൈറ്റുകളുണ്ട്, അത് ഞാനിവിടെ പറയാം. ഓക്കെ, അപ്പോൾ ആ വെബ്സൈറ്റ് കയറിയിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ വരും. അതുപോലെ തന്നെ അതിനുശേഷം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ സെലക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വിസ പ്രോസസ്സിങ് വരെ ആ ഒരു സെയിം കമ്പനി തന്നെയാണ് നോക്കുക. നമ്മൾ യാതൊരുവിധ കാര്യം അറിയണ്ട. ഓക്കെ, അതായത് നമുക്ക് ഇങ്ങോട്ട് എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്പനി നോക്കിക്കോളും. ഓക്കെ, ഏറ്റവും സേഫർ ആയിട്ടുള്ളതും അത് തന്നെയാണ്. ചിലപ്പം ചില വിസ ഉണ്ട്, അതായത് നമുക്കിവിടെ ഒരു ടൂറിസ്റ്റ് വിസ എന്നൊക്കെ പറഞ്ഞൊരു വിസ ഉണ്ട്. 90 ഡേയ്സിന് ഇവിടെ നമുക്ക് വന്ന് നിൽക്കാൻ പറ്റും. ശേഷം ആ സമയത്ത് നമുക്ക് ജോബ് സെർച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഇവിടുത്തെ അന്തരീക്ഷം എന്താണെന്നുള്ളത് ഏകദേശം മനസ്സിലാക്കി തിരിച്ചു പോയിട്ട് വീണ്ടും വരാൻ പറ്റുന്നത്. അപ്പോൾ അതിനേക്കാളൊക്കെ സേഫറാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഒരു ജോബ് ഇല്ലാണ്ട് വരുന്ന സമയത്ത് എന്തായാലും ഇവിടെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മുടെ കയ്യിൽ ജോലി ഇല്ല, നമുക്ക് പൈസ ഇല്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ വരുന്ന ഡയറക്റ്റ് അവിടുന്ന് ഹയർ ആയിട്ട് വരുന്നതാണ് ഏറ്റവും സേഫറായിട്ടുള്ളത്. ബാക്കിയുള്ളതൊന്നും സേഫ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള പ്രൊഫഷണൽസ് ആണെങ്കിലും ഏത് ഫീൽഡിൽ നിന്നുള്ളവരാണെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോബ് സെർച്ചിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ japandev.com, ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ അതിൽ കയറി നോക്കിയാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ tokyodev.com, പിന്നെ അതുപോലെ തന്നെ daijob.com. ഈ 3 വെബ്സൈറ്റ് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ അതിൽ കയറുക, അതിൽ ജോബ് സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജാപ്പനീസ് ലാംഗ്വേജ് അറിയോ ഇല്ലേ എന്നൊക്കെ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ജാപ്പനീസ് ലാംഗ്വേജിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. ഈ ജപ്പാനിൽ ഒരു 100 കമ്പനി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 98 കമ്പനിയിലും ജാപ്പനീസ് ലാംഗ്വേജ് വളരെ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇവിടെ ഉള്ളവർക്ക് നമ്മുടെ നാട്ടിലുള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അത്ര പോലും ചിലപ്പം അറിയണം എന്നില്ല. ഇവരുടെ ലാംഗ്വേജിനാണ് ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവരുടെ ജാപ്പനീസ് ലാംഗ്വേജിനാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക്
ഇംഗ്ലീഷ് അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡെയിലി നമ്മളിവിടെ ജീവിച്ച് പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും അത്യാവശ്യം ജാപ്പനീസ് അറിയേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കാൻ നോക്കുക. അതായത് കംപ്ലീറ്റ്ലി ഫ്ലുവൻ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ ഈവൻ ഞാൻ പോലും ഫ്ലുവൻ്റ് അല്ല, ഞാനും ഇങ്ങനെ ഒരു മുറി ജാപ്പനീസൊക്കെയാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും യൂട്യൂബ് നോക്കിയിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള നെറ്റിൽ കിട്ടുന്ന റിസോഴ്സസ് ഒക്കെ നോക്കിയിട്ട് ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കാം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതായത് ഞാനൊരു ബേബിയാണ് ഈ ഒരു കേസിൽ, പക്ഷേ ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ അങ്ങനെ പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിയെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസൊക്കെ വാച്ച് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ജാപ്പനീസ് കുറച്ച് പഠിച്ചു വരിക. ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ മതി. ഓക്കെ, അത്ര മതി, തൽക്കാലം അത്ര മതി. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുക. കുറേ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, നാട്ടിലിരുന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനാണെങ്കിലും IT പ്രൊഫഷണൽസിനാണെങ്കിലും ഡിഫറെൻറ്റ് ഫീൽഡിലുള്ള എൻജിനീയേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവർക്കും ഒക്കെ ഒരുപാട് ചാൻസസ് ഉണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ എന്താണിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ, അതായത് ഇവിടെ ഡൈയിങ് പോപ്പുലേഷനാണ്. അതായത് വയസ്സായിട്ടുള്ളവരാണ് ഇവിടെ യൂത്തിനേക്കാളും കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണിയെടുക്കാൻ യൂത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള കൺട്രീസിലുള്ള യൂത്തിനെ ഇവർ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആക്ച്വലി ഞാൻ എൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെന്ന് വെച്ച് ഇവർ സ്കില്ലില്ലാത്തവരൊന്നും എടുക്കില്ല. നന്നായിട്ട് സ്കില്ലുള്ള അല്ലെങ്കിൽ നന്നായിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരെ മാത്രമേ എടുക്കുള്ളൂ. അതായത് ഇങ്ങനെ ഒരു ഡൈയിങ് പോപ്പുലേഷനാണെന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇവർ ട്രൈ ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ജപ്പാൻ എത്രത്തോളം ടെക്നോളജിയിൽ അഡ്വാൻസ്ഡ് ആണ്, അല്ലെങ്കിൽ 2050കളിലാണ് ജപ്പാൻ ജീവിക്കുന്നതെന്നൊക്കെയാണല്ലോ പറയാറ്. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റുകളിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക. കാരണം കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ പറഞ്ഞു 100ൽ ഒരു 98 കമ്പനികളിലെ ജാപ്പനീസ് ആവശ്യമുള്ളൂ. ബാക്കി 2 കമ്പനികൾ അവിടെ ഉണ്ട്. അപ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ല റെസ്യൂമേ ആക്കിയിട്ട് ചില കമ്പനീസിന് ജാപ്പനീസ് റെസ്യൂമേ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ChatGPT ഒക്കെ വെച്ച് നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്തിട്ട് അതൊക്കെ വെച്ച് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം ചെയ്യേണ്ടത്. ഓക്കെ, ജപ്പാനിലോട്ട് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ. അടുത്ത കാര്യം എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജപ്പാനിലോട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസോ അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണോ ഉള്ളത് ആ ഫീൽഡിലുള്ള നോളജ് മാത്രമല്ല ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ ഓവറോൾ ബിഹേവിയർ, നമ്മളുടെ ഓവറോൾ ക്യാരക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പാഷൻ, അല്ലെങ്കിൽ നമ്മൾ ജപ്പാനിൽ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് ഇവർക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂവിൽ നമ്മൾ നമ്മുടെ സ്കില്ലുകൾ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് നല്ല രീതിയിൽ അതായത് ഇവരെ ഓൾറെഡി നിങ്ങൾ പല ആനിമേസിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ യൂട്യൂബ് വീഡിയോസിലോ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും ജപ്പാനിലെ ആളുകൾ എങ്ങനെയാണെന്നുള്ളത്. ഭയങ്കര പൊളൈറ്റാണ്, ഡിസിപ്ലിൻഡ് ആണ്, എന്തുകൊണ്ടും ഒരു പെർഫെക്റ്റ് ആളുകളാണ്. ലൈക്ക് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മളിങ്ങനെ ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഫുള്ളി ഇതിനൊരു ഷുഗർ കോട്ട് ചെയ്ത് പറയുന്നൊന്നുമല്ല, പക്ഷേ എനിക്കിതിലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, ഞാനത് പിന്നെയും പറയുകയാണ്. പിന്നെ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും നല്ലവരായിട്ടുള്ളവരും മോശമായിട്ടുള്ളവരും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അത് ഒരു വേറെ കേസാണ്. ഓക്കെ, പക്ഷേ നമ്മളുടെ ഒരു ബിഹേവിയറും ക്യാരക്ടറൊക്കെ നല്ല രീതിയിൽ അവർക്ക് എക്സ്പോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ ഇനി പറയാൻ പോകുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെൻ്റെ ഒരു വളരെ പേഴ്സണലായിട്ടുള്ള ഫൈൻഡിങ് ആണ്. ഓക്കെ, ഞാനിത് കുറേ സ്റ്റഡിയൊക്കെ ചെയ്ത് ഞാനിങ്ങനെ കണ്ടെത്തിയ ഒരു കാര്യമാണ്. ലൈക്ക് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവാം, കേട്ടിട്ടില്ലാണ്ടിരിക്കാം. ഇത് ഒരു പല സ്റ്റഡികളുടെയും ബേസിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു കാര്യമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. അതായത് ജപ്പാൻ്റെ എംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ജപ്പാൻ്റെ എംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് 90% മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല, സ്വാഭാവികമാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ 90% മുകളിലാണ് എന്ന് പറയുമ്പോൾ ഈ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നാണ്. അതായത്
ജപ്പാൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഓക്കെ ജോലി നേടാനുള്ള ഈ പ്രോബബിലിറ്റീനെയാണ് ഈ എംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് റേറ്റ് 90% എബവ് ആണ് ജപ്പാനിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി അത് 97.3% ആണ്. ഇപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവില്ല. ഇനിയാണ് ഞാൻ യഥാർത്ഥ കാര്യം പറയാൻ പോകുന്നത്. നമ്മളുടെ ഇന്ത്യയിൽ, അതായത് ഞാൻ ഒട്ടും കുറച്ച് പറയല്ല, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് കുറയുന്നതും കൂടുന്നതും ഒക്കെ. അത് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് പല ഫാക്ടേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കലും കുറച്ച് പറയില്ല, പക്ഷേ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ ഇത് പറഞ്ഞേ പറ്റും. അതായത് ഇന്ത്യയുടെ എംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് വെറും 30%. അതായത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വെറും 30%. അപ്പോൾ അതാണ് വ്യത്യാസം. ഇപ്പം ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജപ്പാൻ യൂണിവേഴ്സിറ്റികളിൽ, അതായത് നമ്മൾക്കറിയാം എന്തായാലും നാട്ടിൽ നിന്ന് പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് എക്സ്പെൻസീവ് ആണ്. എസ്പെഷ്യലി ഒരു പാരൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിലും, ഇതിപ്പോൾ കാണുന്നത് പാരൻ്റ് ആണെങ്കിൽ ആഗ്രഹം ഉണ്ടാവും മക്കളെ പഠിപ്പിക്കണം, പുറത്തേക്ക് വിടണം എന്നൊക്കെ. പക്ഷെ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ജപ്പാൻ ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡൈയിങ് പോപ്പുലേഷൻ ആണെന്ന് പറഞ്ഞല്ലോ, അതായത് ജപ്പാനിൽ പണിയെടുക്കാൻ ആളുകളില്ല, യൂത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ ജപ്പാൻ ഗവൺമെൻറ് ഒരുപാട്, അതായത് എണ്ണ തീരാത്ത അത്ര ഫ്രീ സ്കോളർഷിപ്സും അതുപോലെ തന്നെ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് ഡേ ഞാൻ ഒരു ഷോർട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൊക്കോഹമ യൂണിവേഴ്സിറ്റിയിൽ മിക്സ്ഡ് സ്കോളർഷിപ്പിൻ്റെ ഭാഗമായിട്ട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഒരുപാട്, ഇപ്പം ഞാൻ വന്നതും അങ്ങനത്തെ ഒരു സ്കോളർഷിപ്പാണ്, ഇതല്ല, പക്ഷേ മാത്സ് വൈസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഫുള്ളി ഫണ്ടഡ് ആയിരുന്നു ജപ്പാൻ ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ഓക്കെ, അങ്ങനെ ഒക്കെ കിട്ടിയിട്ട് ജപ്പാനിൽ വന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരിക്കലും ജപ്പാനിലല്ല പഠിച്ചത്, ഞാൻ കേരളത്തിലാണ് പഠിച്ചത്. പക്ഷേ ഇതൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞു തരികയാണ് ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ എനിക്ക് ചുറ്റുഭാഗത്തുള്ള ഒരുപാട് പേർക്ക് ഇതൊന്നും അറിയില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവാം, പക്ഷെ അറിയാത്തവരും ഒരുപാട് പേരുണ്ട്, അതെനിക്കറിയാം. അപ്പോൾ ആ ഒരു ആളുകൾക്ക് വേണ്ടി പറയുകയാണ് ഞാൻ, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരിക്കലും മക്കളെ പൈസയുടെ പേരിൽ അല്ലെങ്കിൽ പൈസ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വിടാണ്ടിരിക്കരുത്. കാരണം അവിടെയും നമുക്ക് ഇങ്ങനെയുള്ള കുറേ ഫ്രീ ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഒരുപാടുണ്ട്. സെർച്ച് ചെയ്യുക, എല്ലാവരുടെ ഫോണിലും ഇപ്പോൾ നെറ്റ് ഉണ്ട്, അൺലിമിറ്റഡ് നെറ്റൊക്കെയാണ്. അപ്പോൾ സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇപ്പം ജപ്പാൻ എന്നല്ല, വേറെ എവിടെയാണെങ്കിലും ഒരുപാട് ഫ്രീ സ്കോളർഷിപ്പുകളുണ്ട് നമുക്ക്, ഡിഗ്രിക്ക്, അതുപോലെ തന്നെ മാസ്റ്റേഴ്സിന്, ഡോക്ടറൽ ഡിഗ്രീസിന്, ഇതിനൊക്കെ. അപ്പോൾ മാക്സിമം അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പം ജപ്പാൻ്റെ കേസ് പറയുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ജപ്പാനിലോട്ട് ഇങ്ങനെ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ജോലി കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ നമുക്ക് എന്തായാലും അറിയാമല്ലോ, നമ്മൾ ക്യാമ്പസിൽ നിന്ന് പ്ലേസ്ഡ് ആവുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേസ്ഡ് ആവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് എന്നല്ല, ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറച്ചധികം പാടുപെടേണ്ടി വരും ക്യാമ്പസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ജോബ് ഇവിടുന്ന് തന്നെ ജോബും കിട്ടി നാട്ടിലോട്ട് പോകാനുള്ള ഒരു അവസ്ഥ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫൈൻഡിങ് ആണ്. മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, കാരണം ഒരുപാട് പേർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ജപ്പാനിലോട്ട് വരാനുള്ള പ്രോബബിലിറ്റീസ്. അപ്പം എൻജിനീയേഴ്സ് ആണെങ്കിലും അതല്ലാത്തവരാണെങ്കിലും ഒക്കെ മാക്സിമം വെബ്സൈറ്റിലൂടെ പോയിട്ട് അപ്ലൈ ചെയ്യുക. ഒരിക്കലും ഇവിടെ വന്ന് അപ്ലൈ ചെയ്യണമെന്നൊന്നും ഇല്ല, അവിടെ നാട്ടിലിരുന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുക. നല്ല രീതിയിൽ റെസ്യൂമെ ബിൽഡ് ചെയ്യുക. അതായത് കോളേജിൻ്റെ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് തന്നെ കുട്ടികളെ റെസ്യൂമെ ബിൽഡിങ്ങിന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. കാരണം വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും പഠിക്കുന്നവരാണ്, എല്ലാവർക്കും വളരണം എന്ന മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ സർവൈവ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാട് തന്നെയാണ്, പക്ഷേ കഷ്ടപ്പെടുക. ഓക്കെ, റിസൾട്ട് ചിലപ്പോൾ ആദ്യം കിട്ടില്ല, പക്ഷേ തീർച്ചയായും ഒരിക്കൽ കിട്ടും. അതുകൊണ്ട് ഇതൊക്കെ പാരൻസ് ആണ് കാണുന്നെങ്കിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കാരണം ഞാൻ ഈ പാരൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് പാരൻസ് ആണ്. ഒരുപാട് പേര് മക്കളുടെ കാര്യമൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ ഉമ്മയും ഉപ്പയാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അറിയാത്ത കാര്യങ്ങൾ പലരോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും. ചിലപ്പോൾ നമുക്കറിയും, ബട്ട് സ്റ്റിൽ അവർ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ കാണുന്നത് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ
നിങ്ങളുടെ സ്കില്ല് ബൂസ്റ്റ് ചെയ്യുക. ജപ്പാനിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ജപ്പാൻ്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തുടക്കം തൊട്ടേ പ്രിപ്പയർ ആയി വരിക. ഇനി ഗ്രാജുവേറ്റ്സ് ആയിട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ടൊക്കെ അപ്ലൈ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ലിങ്ക്ഡിൻ വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ എങ്ങനെയെങ്കിലും ചോദിക്കുക. ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എങ്ങനെയാണ് ജപ്പാനിലോട്ട് വരേണ്ടതെന്നും അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് വന്നതിനെന്ന് പറ്റിയിട്ടുള്ളൊക്കെ ഒരു എക്സ്പ്ലനേഷൻ. ഇനി എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ബയോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് കോഡിങ് പഠിച്ചെടുത്ത് ജപ്പാനിലോട്ട് വന്നതെന്ന്. അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് എൻ്റെ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ പഠിക്കുന്നേ ഉള്ളൂ. കാരണം ഇത്രയും കാലം പാരൻസിൻ്റെ കൂടെ നിന്ന് ജീവിച്ച് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നേ ഉള്ളൂ, ലൈക്ക് ഒറ്റയ്ക്ക് നിന്ന്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. ലൈക്ക് ഒരു 1-2 ആഴ്ചൻ്റെ ഉള്ളിൽ എന്തായാലും ഞാൻ ആ വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ശരി, എല്ലാവർക്കും എന്തെങ്കിലും ഒരു കാര്യം ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും അപ്പം ശരി, എന്നാൽ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതുവരെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.